ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽസ് ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊഴുക്കുമലയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കൊഴുക്കുമലയിലെ ഒരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൂപ്പൻതാടീൻ്റെ കൂടെ വന്ന 24 ആൾക്കാർ ഇന്ന് ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. എന്നിട്ട് സൺസെറ്റ് കാണാൻ പോവും. ഇപ്പോൾ വൈകുന്നേരം രാവിലെ എഴുന്നേറ്റിട്ട് സൺറൈസ് കാണാൻ പോവും കൊഴുക്കുമലയിലേക്ക്. പിന്നെ ഒരു ഫോറസ്റ്റ് വാക്കുണ്ട്. അത് കഴിഞ്ഞൊരു സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെയാണ് ഈ വീക്കെൻഡ് ട്രിപ്പിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടില്ല. വലിയൊരു ഓഫ് റോഡ് ജേണിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പ് സൈറ്റിലേക്കുള്ള ജേണി കാണാം. തേയിലത്തോട്ടത്തിന് നടുക്കേ കൂടെ ഒരു അരമണിക്കൂറോളം ഉള്ള ഒരു ഓഫ് റോഡ് ജേണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയത്. റോഡ് നല്ല മോശമായിരുന്നു. ഇവിടെ വരെ മാത്രമാണ് നമ്മുടെ ട്രാവലർ വന്നത്. അപ്പോൾ ഇവിടെ ട്രാവലറിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും ലഗേജൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ നിന്നുള്ള ഓഫ് റോഡ് ജീപ്പിലാണ് എല്ലാവരും മുന്നോട്ടേക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് പോകുന്നത്. അത് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കേ കൂടെ ഒരു അരമണിക്കൂറോളമുള്ള ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് നല്ല റോഡായിരുന്നു. നമുക്ക് പിറകെ തന്നെ ഒരുപാട് ആൾക്കാർ ബൈക്കൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് റോഡ് തുടങ്ങി. പിന്നെ നമ്മൾ പിടിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. നല്ല കുലുക്കായിരുന്നു അതിനകത്തുനിന്ന്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയി ഓഫ് റോഡ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കാട് പോലെയുള്ളൊരു സ്ഥലത്തെത്തി. ആ കാട്ടിൻ്റെ ഉള്ളിലേയും കൂടെ കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മൾ ഫൈനലി ആ ഒരു ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. എക്സൈറ്റിങ്ങും ത്രില്ലിങ്ങും ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു ടു ദ ക്യാമ്പ് സൈറ്റ്. ക്യാമ്പ് സൈറ്റിൽ എത്തിയപ്പോഴാണെങ്കിലോ നല്ല കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാമ്പ് സൈറ്റ് പോലെയാണ് തോന്നിയത്. തേയിലത്തോട്ടമൊന്നും ഇവിടുന്ന് കാണാനേ ഇല്ല. നല്ല കാടായിരുന്നു. ഒരു ഡെൻസ് ജംഗിളിൻ്റെ നടുക്കൊരു ചെറിയൊരു കൂടാരം പോലെയാണ് തോന്നിയത്. പക്ഷെ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ ഫുൾ ക്യാമ്പ് സൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയ ഉടനെ എല്ലാവരും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തുടങ്ങി. ക്യാമ്പാണ് ഇവിടെ. എല്ലാവരുടെയും ക്യാമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഇന്നത്തെ സ്റ്റേ. ക്യാമ്പ് സൈറ്റിൽ എത്തിയപ്പോൾ അത് കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും ടെൻറ്റൊക്കെ പോയി നോക്കി. അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചായയും കിച്ചനും ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. എല്ലാവരും അവരുടെ ലഗേജൊക്കെ ടെൻറ്റിൽ വെച്ചു. ഇനിയിപ്പം താഴോട്ട് നടന്നു പോയി നമുക്ക് സൺസെറ്റ് കാണാൻ പോകണം. കുറച്ച് താഴോട്ടേക്ക് നമ്മൾ വന്ന വഴി തന്നെ പോകണം. അവിടുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും അവിടെ ഒന്ന് ഒത്തുകൂടി കുറേയധികം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇരുടാവുന്നതിന് മുന്നേ ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. ഒരു കട്ടൻ ചായയോടുകൂടിയാണ് ഞങ്ങളെ ക്യാമ്പ് സൈറ്റ് വരവേറ്റത്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും പാട്ടും ആഘോഷങ്ങളും ആയി. ൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിനുള്ള പരിപാടിയാണ്. നല്ല തണുപ്പായിരുന്നു. എല്ലാവർക്കും കുറച്ച് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് എല്ലാവർക്കും ടെൻറ്റിൽ ഉപയോഗിക്കാനുള്ള സ്ലീപ്പിംഗ് ബാഗാണ് ഈ കാണുന്നത്. ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും അവിടെയുള്ളവർ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നു. അതെടുത്തുകൊണ്ട് പോയി ടെൻറ്റിനുള്ളിൽ പോയി ഒന്ന് സെറ്റ് ആവുക എന്നുള്ളതാണ് ഇനിയത്തെ കാര്യം. നല്ല തണുപ്പായിരുന്നു. രാത്രിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ക്യാമ്പ് സൈറ്റ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ കാടിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലം. ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെൻറ്റാണ്. 3-4 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ടൈപ്പിൽ. നല്ലൊരു ചെറിയൊരു സോഫ്റ്റ് ബെഡ് പോലത്തെ ഒരു സാധനം ഉണ്ട് താഴെ. അവിടെ തറയിലേ ഒന്നും നമുക്കറിയില്ല, പ്രസ്സാവൊന്നുമില്ല. രാവിലെ സൺറൈസ് ട്രെക്ക് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ഒരു 4 മണി ആയപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് ട്രക്കിന് സ്റ്റാർട്ട് ചെയ്തു. 4:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ട്രക്കിന് പോവാണ്. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് വാക്കുണ്ട് കൊഴുക്കുമലേൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന്. രാത്രിയാകുമ്പോൾ ക്യാമ്പ് സൈറ്റ് കാണാൻ നല്ല രസമുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് അവിടെ ഇവിടെ ടെൻറ്റൊക്കെ ആയിട്ട്
രാവിലെ എല്ലാവരും ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ച്, കാപ്പിയല്ല ചായയായിരുന്നു, കട്ടൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു 45 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ കൊഴുക്കുമലയിൽ എത്തും. സൺറൈസ് കാണാൻ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ കേൾക്കുന്ന കാറ്റിൻ്റെ സൗണ്ടും ഈ ചെറിയ മൊബൈലിൻ്റെ ടോർച്ചിലുള്ള വെളിച്ചവും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലോണം ലീച്ചൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന സ്ഥലത്ത്. അപ്പോൾ ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലീച്ച് കാലിൽ കയറും. അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പം. കുറേയധികം പേർക്ക് കുറച്ച് ലീച്ചിൻ്റെ കടിയൊക്കെ കിട്ടി. നല്ല ഒരു കയറ്റമൊക്കെ ഉണ്ട്. കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രക്ക് തന്നെയാണ്. കാരണം രാത്രി നമുക്ക് വഴിയും കാണുന്നില്ല. അപ്പോൾ ഒന്ന് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പിന്നെ മുഴുവനും പുല്ലും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ രാവിലെ ഇത്രയും തണുപ്പുള്ള കാരണം മഞ്ഞൊക്കെ വീണ പുല്ലായത് കാരണം ആ നനച്ചിൽ നടന്ന് കയറുക എന്നുള്ളത് കുറച്ച് പണിപ്പെട്ട ആയിരുന്നു. ഷൂസ് ഇടണം എന്നുള്ളത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഞങ്ങൾ കയറി മുകളിലെത്തി. നല്ല തണുപ്പും കാറ്റും ഇങ്ങനെ വിറച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ നിറച്ചും ആൾക്കാരുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ അങ്ങ് ഇങ്ങോളം ആൾക്കാർ ഇരുന്ന് സൂര്യൻ വരുന്നതും നോക്കിയിരിക്കുകയാണ്. മുന്നിൽ ഫുൾ ഫോഗ് ആണ് കാണുന്നത്. ഫുൾ ക്ലൗഡ് ബെഡാണ്. നിങ്ങൾക്ക് ആകാശം താഴെയും നമ്മൾ മുകളിൽ നിൽക്കുന്ന പോലെയൊക്കെയുള്ള ഒരു അനുഭൂതിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ്. സൺ വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. സണ്ണിനെ ക്ലൗഡ് മറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു രീതിയിലുള്ള സൺറൈസ് കാണാൻ പറ്റിയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നേരം പുലർന്നപ്പോൾ എല്ലാവരും അവിടുന്ന് താഴോട്ട് നടക്കാൻ തുടങ്ങി. താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ കയറിയ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടിയും അതൊക്കെ നമ്മൾ കാണുന്നത്. കയറുമ്പോൾ നല്ല ഇരുടായിരുന്നല്ലോ. അപ്പോൾ നടന്ന് താഴോട്ട് ഇറങ്ങുന്നത് ഒരു ചായത്തോട്ടത്തിലേക്ക് കൂടിയാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൽ നിന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ. ഇവിടെ ഡീഫോറസ്റ്റേഷൻ ചെയ്തിട്ട് ഫസ്റ്റ് ചായക്ക് എടുക്കുകയുള്ളൂ. ഇത് മദർ ലീഫാണ്, ഇത് എടുക്കില്ല. പക്ഷെ ബ്രിട്ടീഷ് കാലത്ത് ബ്ലാക്ക് ടീക്ക് മദർ ലീഫ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ആ സിസ്റ്റം ഇല്ല. വൈറ്റ് ടീ. നോർമലി നിങ്ങൾ എങ്ങനെയാ ചായ ഉണ്ടാക്കണേ? ആ സൈഡ് കണ്ടോ, ആ സ്റ്റാർട്ടിങ് ഇല്ല, അവിടെ ഇവിടെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അത് നല്ല ഗ്രീൻ ആയിട്ട് ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്തുകൊണ്ട് അങ്ങനെ. ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഫിനിഷ് ദ ഹാർവസ്റ്റ് ആണ്. ഇത് തേയില എടുത്തതിന് ശേഷമാണ്. ഇതല്ല, ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ റെഡി ടു ഹാർവസ്റ്റ് ആണ്. അത് ലൈറ്റ് ഇളം പച്ചയാണെങ്കിൽ ആ തളിരലിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഷോർട്ടേജ്, ലേബേഴ്സിന് ഷോർട്ടേജ് കാരണം ബംഗാളികളൊക്കെയാണ് ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണ്ട് കാലത്ത് ഇറ്റ്സ് പിന്നെ പ്ലക്കിംഗ് ആണ്, ഹാൻഡ് പ്ലക്കിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലൈക്ക് ഷിയേഴ്സ് ആയി, അതല്ലാതെ ഒരു മെഷീനുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ കയറി പോകുമ്പോൾ റൈറ്റും എടുക്കാം ലെഫ്റ്റും എടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പേഴ്സൺസ് കയറി വന്ന് കളക്ട് ചെയ്യണം. എന്നുവെച്ചാൽ വൈറ്റ് ടീയും ഗ്രീൻ ടീയും സെലക്റ്റീവ് സ്പെസിഫിക് ഏരിയ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ എമൗണ്ട് ഓഫ് പ്രൊട്ടക്ഷൻ കുറവാണ്. അതാണ് എക്സ്പെൻസീവ് ആയിട്ട്. ഓക്കെ, പോവാം. ഇല്ലില്ല, എന്റെ കയ്യിൽ ഡെറ്റോളിന്റെ അംശം ഉള്ളതുകൊണ്ട് അത് ചെയ്യില്ല. എന്നുവെച്ചാൽ ടൈഗർ ലീച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും യെല്ലോ കളർ ഷെയ്ഡ് ഉണ്ട്. ഇത് കടിച്ചാൽ മാത്രമാണ് നമുക്ക് ഇച്ചിങ് കൂടുതലായിട്ട് തന്നെ. നോർമൽ ലീച്ച് എന്ന് പറയുന്നത് ഈ യെല്ലോ ഷെയ്ഡ് ഉണ്ടാവില്ല. അത് പിടിക്കില്ല. നടന്ന് എല്ലാവരും ഒരുവിധം തളർന്നു. വേഗം താഴെ എത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പോയ അതേ തേയിലത്തോട്ടത്തിൽ കൂടെ നടന്ന് താഴോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലേക്കൂടെ ഷോർട്ട് കട്ട് എടുത്ത് നടന്ന് താഴോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. കണ്ണെത്താത്ത ദൂരത്തോളമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തേയിലത്തോട്ടം. അതിൻ്റെ ഇടയിലേക്കൂടെയുള്ള കുറച്ചധികം സമയത്തേക്കുള്ള വാക്കാണ് അടുത്ത നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഇന്നലെ നമ്മൾ വന്ന പോലെ തന്നെ ഓഫ് റോഡിൽ ജീപ്പിൽ മുകളിലേക്ക് ആൾക്കാർ വരുന്നത് കാണായിരുന്നു. നല്ല പണിയുള്ള ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അപ്പോൾ നടക്കുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ ഇടയിലൂടെ ആ കുന്ന് ഇറങ്ങിയാണ് പോകേണ്ടത്. അപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ടൈം എടുത്ത് ഒരു 2-2.5 മണിക്കൂർ നടന്നിട്ടാണ് നമ്മൾ താഴെ എത്തിയത്. അപ്പം അതൊരു
ട്രെക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തേയിലത്തോട്ടത്തിലെ കൂടെ. അതിൻ്റെ ഇടയിൽ ഉള്ള ഒരു വാട്ടർഫാളും അരുവിയും ഒക്കെ കാണായിരുന്നു. നടന്ന് അവിടെ ക്ഷീണിച്ചു. എല്ലാരും തളർന്നോ? നല്ല പാറയാണ് ഇതിനകത്ത്. തേയിലത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും അവർ താമസിക്കുന്ന വീടും അതൊക്കെ നമുക്ക് കാണായിരുന്നു. നമ്മളെ കാണുമ്പോൾ അവർ നമ്മളോട് കുശലം പറയും, ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടന്ന് അവരുടെ വീട്ടിൻ്റെ മുറ്റത്തെ കൂടിയൊക്കെയാണ് നമ്മൾ നടന്ന് ഇറങ്ങിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞുള്ള ആക്ടിവിറ്റിയാണ് സിപ്പ് ലൈൻ. അപ്പം സിപ്പ് ലൈൻ ആക്ടിവിറ്റിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും അവിടെ നിന്ന് സിപ്പ് ലൈൻ ആക്ടിവിറ്റിയും കൂടെ ചെയ്തു. ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനൊക്കെ മുന്നാർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചൊരു പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ താഴെയുള്ള സിപ്പ് ലൈൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള ലോങ് ജേണിയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2 ദിവസം സാറ്റർഡേയും സൺഡേയും എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞില്ല. കുറച്ചധികം അപരിചിതരായ ആൾക്കാരുടെ കൂടെ കൊഴുക്കുമലയിലേക്കുള്ള അപ്പൂപ്പൻ താടിയുടെ സാറ്റർഡേ സൺഡേ ഉള്ള ഒരു ട്രിപ്പ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.